എം.ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ.പി. സുധീര എഴുതിയ പുസ്തകം എം.ടി ഏകാകിതയുടെ വിസ്മയം പ്രകാശനം ചെയ്തു. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എം.പി. അബ്ദുൾ സമദ് സമദാനിയും ഡോക്ടർ സി. രാജേന്ദ്രന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭാഷാ സമന്വയ വേദി കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഡോക്ടർ കെ.പി. സുധീര എഴുതിയ എം.ടി ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എം.പി. അബ്ദുൾ സമദ് സമദാനി ഡോക്ടർ സി. രാജേന്ദ്രന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എം.ടിയെക്കുറിച്ച് എഴുതുന്നത് സാഹസമാണെന്നും ഹൃദയത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പാതയം വേണമെന്നും അതിനാൽ തന്നെ വലിയൊരു കൃത്യമാണ് എഴുത്തുകാരി നടത്തിയതെന്നും സമദാനി അഭിപ്രായപ്പെട്ടു. മണ്ണിൻ്റെ എഴുത്തുകാരനാവുക എന്നത് വളരെ പ്രധാനമാണ്. ചില എഴുത്തുകാർ അവർ ജനിച്ച് വളർന്ന ഭൂപ്രദേശങ്ങളുമായി വളരെ അഭേദ്യമായിട്ടുള്ള നാഭീനാള ബന്ധം പുലർത്തിപ്പോന്നവരാണ്. അത് എഴുത്തുകാരിൽ ചിലർ കൂടുതലാണ് അവരുടെ ഈ ഒരു ഭാവത്തിൻ്റെ കാര്യത്തിൽ. എം.ടിയെ കൂടല്ലൂരിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൽ നിന്ന് കൂടല്ലൂരിനെയും അടർത്തിയെടുക്കാൻ സാധിക്കില്ല. സംഗതി വശാൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് താമസം മാറ്റി. പക്ഷെ എല്ലാവരും സമ്മതിക്കും, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പ്രചോദനം, ചോദനകൾ അത് നീളാതീരത്തെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തോട് തന്നെ ബന്ധപ്പെട്ടതാണ്. പരിപാടിയിൽ ഏകാന്തത, ഓർമ്മ, എഴുത്ത് എന്ന വിഷയത്തിൽ ചർച്ചയും നടത്തി. ഭാഷാ സമന്വയ വേദി പ്രസിഡന്റ് ഡോക്ടർ ആർസു അധ്യക്ഷനായി. പി. സുധീരനുണ്ണി, ഡോക്ടർ പി. രാധാമണി, കെ. രഘുനാഥ്, അമർനാഥ് പള്ളത്ത്, ഡോക്ടർ ഒ. വാസവൻ, കെ.എം. വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കെ.പി. സുധീര രചനാനുഭവം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.